ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ വഴിയിലുള്ള പെട്രോൾ മുൻവശത്ത് നിന്നും ആരംഭിക്കുന്നു. പ്രസ്തുത മാസപ്രമേയം ഒരു വൻ വിജയമാക്കുവാൻ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും നിങ്ങൾ നല്ല പ്രൈസ് കൊടുക്കുക, നല്ല സമ്മാനങ്ങൾ കൊടുക്കുക. അപ്പോഴാണ് ജനങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറേ നമ്പർ അടിച്ചു വിട്ടിട്ട് അതിലൊരു പ്രൈസും ഇല്ല. ഏറി വന്ന ഒരു 50 രൂപയുടെ ടിക്കറ്റിന് ഏകദേശം ഒരു 55 കോടി രൂപ കിട്ടുന്നുണ്ടാവും. എന്തായാലും കിട്ടുന്നുണ്ടാവും. 55 കോടി താഴെ കിട്ടുന്നുണ്ടാവും. അതിൽ കൂടുതൽ സർക്കാരിനാണ് വരുമാനം, സർക്കാരിൻ്റെ ഖജനാവിക്കാൻ പോണത്. ഇത് പിന്നെ നിങ്ങൾക്ക് മദ്യത്തിൽ നിന്ന് കുറേ പൈസ കിട്ടുന്നുണ്ടല്ലോ. കള്ള് ഷാപ്പിൽ നിന്നായാലും ബീവറേജിൽ നിന്നായാലും പിന്നെ എക്സൈസുകാർ പിടിക്കുന്ന പിന്നെ മദ്യങ്ങൾ, അങ്ങനെ കുറേ ആയിട്ട് കുറേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം കേട്ടോ, ഇതൊക്കെ കണക്ക് കൂട്ടി എഴുതി കൂട്ടിയിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്കൊരു വയ്യാത്തൊരു ദിവസം വരും. അവശ നില, അതായത് നിങ്ങളൊരു പുഴു എന്ന് പറഞ്ഞാൽ പുഴുവിനൊരു ഗെറ്റപ്പ് ഉണ്ട്, ഒരു ഗമുണ്ട്. അതിന് താഴെ ആയിരിക്കും, നരകത്തിലും അല്ല. പിന്നെ നിങ്ങൾ എവിടെ പോവാന്ന് എനിക്കറിയില്ല, നിങ്ങൾ എവിടെ ആളും പോയിക്കോളൂ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞറിയോ, നല്ല പൈസ കൊടുക്കുക. പിന്നെ മദ്യത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി വേണ്ട, ക്വാളിറ്റി മതി. അതാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോഴൊക്കെ നല്ല സാധനമായിരുന്നു, നല്ല മദ്യമായിരുന്നു. ബീവറേജിലുണ്ടെ നല്ല മദ്യമായിരുന്നു. ഞാൻ ഇപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ വെള്ളമടിക്കുന്ന ആളായതുകൊണ്ടും ഞാൻ വെള്ളമടിക്കാത്തത് കൊണ്ടും അല്ല, ഞാൻ വെള്ളമടിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇത് ആരാണെങ്കിലും പറയണമല്ലോ, പറഞ്ഞാലേ പറയുള്ളൂ. ഇപ്പം അങ്ങനെ എത്ര വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾ പിന്നെ ഒരു കരുണ കാട്ടണ്ട, ദയ കാട്ടിയാൽ മതി. ജനങ്ങളോട് കുറച്ച് ദയ കാട്ടിയാൽ മതി. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ജനങ്ങൾക്കൊരു ഭ്രാന്തുണ്ട്. കാരണം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 മിനിറ്റ് ഒരു മനുഷ്യൻ ഭ്രാന്തനത്രേ. അത് ചിലപ്പോൾ 24 മണിക്കൂറും 365 ദിവസം 7 ദിവസമാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നത്, ആക്രാന്തം കൊണ്ടാണോ? ആക്രാന്തമാവും എന്നൊക്കെ തോന്നണം മിക്കവാറും. ജനങ്ങളോടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. സത്യം പറഞ്ഞാൽ പോലീസുകാരൊക്കെ നല്ല നല്ല പോലീസുകാരാണ്. അവരെയും കൂടി ഇങ്ങോട്ട് കേടെടുത്താണ്, മാനസികമായിട്ട് ഇങ്ങോട്ട് പീഡിപ്പിക്കുകയാണ്. അത് അങ്ങനെ വേണം, അതിങ്ങനെ വേണം. അവർക്കും ഉണ്ടാവും ഒരു മനസാക്ഷി. നല്ല നല്ല പോലീസുകാരുണ്ട്. കാരണം എൻ്റെ പാലക്കാട് ജില്ലയിലത്തെ ഏറ്റവും നല്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒറ്റപ്പാലത്താണ്. എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പോയിരുന്നു, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. കാരണം നല്ല 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 മനുഷ്യന്മാരത്ര അവിടെ ഒറ്റപ്പാലത്തുള്ളവർ. പോലീസുകാരും അതെ, നല്ല നല്ല ആൾക്കാരാണ് ഒറ്റപ്പാലം. എന്താ പറയാല്ലേ, ആരോടാ പറയുക? ആരോട് പറഞ്ഞിട്ടും നമ്മളെ ദുരിതം തീരില്ല. നമ്മളെ ദുരിതം തീരണമെങ്കിൽ നമ്മൾ മരിക്കണം, ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകണം. പക്ഷെ വേറൊരു സ്ഥലത്ത് ഇത്രയും ഞാൻ ഇതിന് മുന്നേ ഏതൊരു വീഡിയോയിൽ പണ്ടുണ്ടായിരുന്നു, ഒരുപാട് ഗാലക്സികളുള്ള സ്ഥലമാണ് നമ്മുടെ പ്രപഞ്ചം. ഒരുപാട് മിൽക്കി വേ. അതിൽ നല്ലത് ചെയ്ത ആൾക്കാർക്ക് നല്ല ഗാലക്സി, വേണ്ടാത്ത ചെയ്ത ആൾക്കാർക്ക് വേണ്ടാത്ത ഗാലക്സിയും കിട്ടും. അതിനല്ലേ എത്രയും വലിയൊരു ആൽഫാബെറ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ചത് ദൈവം. ഇതൊക്കെ വെറുതെ കുട്ടികളിയാ. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൈസ് കൊടുത്തിട്ട് ജനങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പെണ്ണ് കിട്ടാല്ല കല്യാണം കഴിക്കാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ?